ആ എന്ത് നിങ്ങളെ പ്രശ്നം പറഞ്ഞോളി. ഓപ്പിൻ്റെ ശരിക്കെടുത്ത് ഒ പി നമ്പർ കൊടുക്കുന്ന ആളെ ഇത് പറഞ്ഞോ. ഒ പി കൗണ്ടർ ബന്ധാക്കിയിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി. 2 മണി വരെയാണ് ടൈം ഉള്ളത്. 12 മണിയാകുമ്പോൾ പറഞ്ഞാൽ ഒ പി ടിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാരെടുത്ത് ബന്ധാക്കിയിട്ട് പോയിന്. ഇത്രയും ആൾക്കാരെ എന്താ പറയുന്നത്, ഇത്രയും ആൾക്കാർ ഇവിടെ ഒരു മാക്സിമം ഒരു 19 പേഷ്യൻ്റ് ഇവിടെ കിടക്കുക. അതിൻ്റെ അകത്തും ആൾ കിടക്കുക. ഡോക്ടർ ഒന്നേ ഉള്ളൂ. പേഷ്യൻറ്റിനെ നോക്കാൻ ഡോക്ടറല്ലേ ഇവിടെ. ടോക്കൺ കൊടുക്കുന്ന ആൾ നേരത്തെ പോയി കല്യാണത്തിന്. ഈ കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് ഇടയ്ക്ക് പോകാൻ അവരിനി പൈസ ഉള്ളവരെങ്കിലും ഒരാളേ ഉള്ളൂ. അതാണ് ഞങ്ങളെ കുഴപ്പമില്ലല്ലോ. പേഷ്യൻറ്റിനെ അതിനെന്താ കുഴപ്പമില്ല. ഡോക്ടർ ഒന്നുമില്ല. ഡോക്ടർ നിങ്ങൾ ഡോക്ടർ എണ്ണം കൂടുതൽ വെക്കണം. ഇവിടെ എത്ര പേഷ്യൻ്റ് കിടക്കുക. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെ കൊണ്ടാണ്. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ടൈമിംഗ് ലിസ്റ്റ്. ഇപ്പം സമയം 12:30. നിങ്ങളല്ല ചെയ്യേണ്ടത്. ഞങ്ങൾ പേഷ്യൻ്റാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ? അല്ല കുഴപ്പമില്ല. നമ്മൾ ചാനലിൽ കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചാനലിൽ അറിയിക്കുക. കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളെടുത്ത് ആളില്ല, ആരില്ല അതിൻ്റെ ഉള്ളിൽ. ഒരു ഡോക്ടറെ കൗണ്ടർ ആളില്ലാതെ കിടക്കുന്നു. എത്ര സിസ്റ്റർമാർ ഇന്ന് ഡ്യൂട്ടികളിൽ ഉണ്ട്? 2 എണ്ണം ഉള്ളത്. അത് അടയപ്പല്ലോ എവിടെയെല്ലാം ഇല്ല മാഡം. അല്ല ഇതെല്ലാം ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തോളൂ. കുഴപ്പമില്ല. നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തോളൂ. കുഴപ്പമില്ല. ഇങ്ങനത്തെ ഉടായ്പ കളി നിർത്തി തരാൻ പോലെ. ഒരേ ഡോക്ടർ ഒന്നേ ഉള്ളൂ. പേഷ്യൻ്റ് കുറേ കിടക്കുന്നു. ഒ പി കൊടുക്കുന്ന മാഡം കല്യാണത്തിന് വേണ്ടി ലീവാക്കി പോയി കിടക്കുക. അപ്പോൾ അതുകൊണ്ട് പേഷ്യൻ്റ് ഇവിടെ കൂടുതൽ കിടക്കും. ഡോക്ടർമാരുടെ ഇവിടെ ഒരു ബെഡിൽ 2 പേര് കിടക്കുന്നുണ്ട്. ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മരുന്ന് കൊടുക്കാൻ ഹോസ്പിറ്റലില്ല. പ്രൈവറ്റ് മെഡിക്കലിനെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഫുള്ള് മരുന്ന് എഴുതി കൊടുത്താൽ മരുന്ന് ഇവിടെ കിട്ടാറുമില്ല. തെക്കർക്ക് ഒരു വിചാരമുണ്ട്. കാസർഗോഡ് വെറും